ഒരു കരിയർ എന്നുള്ളത് എല്ലാവരുടെയും സ്വപ്നമാണ്. അതിനു വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷൻസ്, അതുപോലെ തന്നെ സർട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾ ക്ലിയർ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഡ്രീം ജോബിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ റെസ്യൂമെയാണ്. നിങ്ങളൊരു 50-60 ജോബ്സിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് തിരിച്ച് റിപ്ലൈ കിട്ടുന്നത് ഒരു 2-3 റിക്രൂട്ടേഴ്സിൽ നിന്ന് മാത്രമായിരിക്കും. ഇതിൻ്റെ കാരണം നിങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ കുറവ് കൊണ്ടോ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കുറവ് കൊണ്ടോ അല്ല, ഇത് നിങ്ങളുടെ റെസ്യൂമെയാണ് പ്രശ്നം. ഒരു ഹ്യൂമൻ റിക്രൂട്ടർ ഒരു റെസ്യൂമേയിൽ ഏകദേശം ഒരു 6 or 7 സെക്കൻഡ്സ് മാത്രമായിരിക്കും സ്പെൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ റെസ്യൂമെ റിജക്റ്റ് ചെയ്യണോ അതെ സെലക്ട് ചെയ്യണോ എന്ന്. പിന്നെ ഇന്നത്തെ കാലത്ത് ഒരു ഹ്യൂമൻ റിക്രൂട്ടറുടെ മുമ്പിൽ ആ റെസ്യൂമെ എത്തുന്നതിന് മുമ്പ് തന്നെ ഒരു 8 years സ്ക്രീനിങ് ഉണ്ടാവും. അതായത് ആപ്ലിക്കേഷൻ ട്രാക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു AI സോഫ്റ്റ്വെയർ ആയിരിക്കും നിങ്ങളുടെ റെസ്യൂമെ ഫസ്റ്റ് മോസ്റ്റ് ഓഫ് ദ കമ്പനീസിലും ചെക്ക് ചെയ്യുന്നത്. അത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ജോബ് ഡിസ്ക്രിപ്ഷന് വേണ്ടിയിട്ടുള്ള കീവേഡ്സ് ആയിരിക്കും സെർച്ച് ചെയ്തത്. നിങ്ങളുടെ റെസ്യൂമെ ഇതിൽ ലാക്ക് ആവുകയാണെങ്കിൽ തന്നെ ഒരു ഹ്യൂമൻ റിക്രൂട്ടറുടെ അടുത്തേക്ക് നിങ്ങളുടെ റെസ്യൂമെ എത്തുക പോലും ഇല്ല. ഈ സോഫ്റ്റ്വെയർ സ്പെസിഫിക് ആയിട്ടുള്ള കീവേഡ്സ്, ഫോർമാറ്റ്, സ്ട്രക്ചർ ഇതൊക്കെ ആയിരിക്കും ചെക്ക് ചെയ്യുന്നത്. ഇതിൽ പാസ്സായാൽ മാത്രമായിരിക്കും നിങ്ങളുടെ റെസ്യൂമെ ഒരു ഹ്യൂമൻ റിക്രൂട്ടറുടെ കയ്യിൽ എത്തുക. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ ഒരു AI ടൂൾ യൂസ് ചെയ്ത് നിങ്ങളുടെ റെസ്യൂമെ റീവർക്ക് ചെയ്യാമെന്നുള്ളതായിരിക്കും. ഇതിന് നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള AI ടൂൾസ് യൂസ് ചെയ്യാം. റെസ്യൂമെ ബിൽഡിങ്ങിന് മാത്രമായിട്ടുള്ള സ്പെസിഫിക് AI ടൂൾസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ കരിയർ സെനത്ത് അല്ലെങ്കിൽ റെസി AI ഇതൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള ഒരു AI ടൂളും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ യൂസ് ചെയ്യാൻ പോകുന്നത് ക്ലോഡ് AI എന്നുള്ളതായിരിക്കും യൂസ് ചെയ്യുന്നത്. സോ ഞാനിവിടെ ക്ലോഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് തന്നെ നമുക്ക് ഇവിടെ റെഫർ ചെയ്യാനുള്ള ഡോക്യുമെന്റ്സ് അറ്റാച്ച് ചെയ്യാണ് വേണ്ടത്. നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റെസ്യൂമെ അറ്റാച്ച് ചെയ്യണം. ഇവിടെ ഇപ്പം ഞാനൊരു സ്റ്റുഡൻറ്റിൻ്റെ റെസ്യൂമെയാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഹീസ് ആക്ച്വലി ഞാനതൊന്ന് കാണിച്ചു തരാം. ഓക്കെ, സോ എൻജിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആണ്. SAP MM സർട്ടിഫിക്കേഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആണ്. സോ അതിൽ കൺസൾട്ടൻറ്റ് ലെവലിലേക്ക് ഉള്ള ഒരു ജോബ് റോളാണ് ഹീസ് ആക്ച്വലി സീക്കിങ്. സോ അതിനുള്ളൊരു ഒബ്ജക്റ്റീവും എഡ്യൂക്കേഷൻ കൊടുത്തിട്ടുണ്ട്, ട്രെയിനിങ്ങിനെ പറ്റി കൊടുത്തിട്ടുണ്ട്, ഡീറ്റെയിൽസ് ഒക്കെയാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് സ്പെസിഫിക് ആയിട്ടുള്ള ജോബ് ഡിസ്ക്രിപ്ഷനെ പറ്റിയുള്ളതാണ്. അതും ഞാനിവിടെ ഓൾറെഡി ഒരു കേപ്ജെമിനിയുടെ ജൂനിയർ റോളിലുള്ള കൺസൾട്ടൻറ്റ് ലെവലിലേക്കുള്ളൊരു ജോബ് ഡിസ്ക്രിപ്ഷനാണ്. ഓക്കെ, ജൂനിയർ കൺസൾട്ടൻറ്റിൻ്റെ റോളിലേക്കാണ്, കേപ്ജെമിനിലേക്കുള്ളൊരു ഓപ്പണിംഗ് ആണ്. അവരുടെ റോളിനെ പറ്റിയുള്ളൊരു ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കീ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് എന്തെല്ലാം ആണെന്നുള്ളത് പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് അവർക്ക് റിക്വയർഡ് ആയിട്ടുള്ള സ്കിൽസ് ആൻഡ് ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ളതും ഇവിടെ ഡിഫൈൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ നമ്മളിത് രണ്ടും ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഏത് റെസ്യൂമെ ആണ് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ടത്, അതുപോലെ എന്ത് ജോബ് റോളിനെ റെഫർ ചെയ്താണ് അതിൽ ചേഞ്ചസ് വരുത്തേണ്ടതെന്നുള്ളത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഏതൊരു AI ടൂൾ യൂസ് ചെയ്യുമ്പോഴും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സ്പെസിഫിക് ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള പ്രോംപ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. സോ ഞാൻ ആ പ്രോംപ്റ്റ് ഇവിടെ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രോംപ്റ്റ് ഞാൻ നിങ്ങൾക്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, ഈ പ്രോംപ്റ്റ് നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഞാൻ എങ്ങനെയാണ് ക്ലോഡിനോട് ആക്ട് ചെയ്യേണ്ടതെന്ന് ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ളൊരു റെസ്യൂമെ റൈറ്ററാണ്. തൗസൻഡ്സ് ഓഫ് കാൻഡിഡേറ്റ്സിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള, അതുപോലെ തന്നെ ATSനെ പാസ് ചെയ്യാനായിട്ടുള്ള ഒരു റെസ്യൂമെ ബിൽഡർ അല്ലെങ്കിൽ റൈറ്ററായിട്ടാണ് ഉള്ളതെന്നുള്ളൊരു റോള് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഞാൻ എൻ്റെ കറണ്ട് റെസ്യൂമെ ഇവിടെ ടെക്സ്റ്റ് എന്ന് കൊടുത്തേക്കുന്നത് നമ്മൾ ഓൾറെഡി ഡോക്യുമെൻ്റ് ആയിട്ടാണ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്താണെന്നുള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി എന്തൊക്കെ ടാസ്ക് ആണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ സ്പെസിഫിക് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് വണ് ജോബ് ഡിസ്ക്രിപ്ഷനെ അനലൈസ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് ATS റെസ്യൂമിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ATS സ്ക്രീനിങ് പാസ്സാവാൻ വേണ്ടിയിട്ടുള്ളൊരു 10 or 15 കീവേഡ്സിനെ സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ റെസ്യൂമെ ആ കീവേഡ്സിനനുസരിച്ച് വിത്തൗട്ട് ഫാബ്രിക്കേറ്റിംഗ് എനി എക്സ്പീരിയൻസ് ഓർ സ്കില്ല്. നമ്മൾ എപ്പോഴും റെസ്യൂമെ എന്ന് പറയുന്നത് ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ളതൊന്നായിരിക്കണം. നിങ്ങളൊരിക്കലും ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഡേറ്റാസ് അതിൽ കൊടുക്കാൻ പാടില്ല. സോ അതുകൊണ്ട് ഡേറ്റാസ് ഒന്നും ഫാബ്രിക്കേറ്റ് ചെയ്യരുത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് കീവേഡ്സ് ആഡ് ചെയ്യുമ്പോൾ. ആൻഡ് നമ്മുടെ ഡ്യൂട്ടി ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിനെ എല്ലാം അച്ചീവ്മെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ളത് ആക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ എപ്പോഴും ഒരു റിക്രൂട്ടറെ ചെക്ക് ചെയ്യുന്ന സമയത്ത് എന്താണ് നിങ്ങൾ പഠിച്ചത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പഠിച്ചതെന്നുള്ളതിനെ കാട്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്, അല്ലെങ്കിൽ അത് നമുക്ക് വളരെ സ്പെസിഫിക് ആയിട്ടുള്ളൊരു നമ്പേഴ്സിൽ വാലിഡേറ്റ് ചെയ്യാൻ പറ്റുന്നത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ
അങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആ റെസ്യൂമേനെ കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ സമ്മറി ഒരു 3 ലൈൻ വെച്ചിട്ട് നമ്മൾ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ATS ഫ്രണ്ട്ലി ആക്കുന്ന സമയത്ത് അതേപോലെ തന്നെ എക്സ്ട്രാ ആഡഡ് ആയിട്ടുള്ള ടേബിൾസോ ഗ്രാഫിക്സോ ഒന്നും അൺയൂഷ്വൽ ആയിട്ടുള്ള ഫോൺസ് ആഡ് ചെയ്യരുത്, ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. റെസ്യൂമേ വളരെ മാക്സിമം ഒരു ഫ്രഷറിൻ്റെ ആകുമ്പോൾ 1 പേജിലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളുടെ പ്രൊഫഷണലിൻ്റെ ആകുമ്പോൾ 2 പേജിലും കീപ്പ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇത് നമ്മൾ റെസ്യൂമേയിൽ വർക്ക് ചെയ്യാനുള്ള അത്രയും കാര്യങ്ങളാണ്. ഇത് കൂടാതെ അറ്റ് ദ എൻഡിൽ നമുക്ക് എന്തെങ്കിലും ഒരു ക്ലെയിംസ് AI-യുടെ അല്ലെങ്കിൽ ക്ലൗഡിൻ്റെ ഭാഗത്ത് നിന്ന് സ്പെസിഫിക് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ക്ലെയിംസോ നമ്പേഴ്സോ അൺഷ്യൂർ ആയിട്ടുള്ളത് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് തന്നെ അത് വെരിഫൈ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അതിൽ കറക്റ്റായിട്ടുള്ള നമ്മുടെ സജഷൻസ് സ്ട്രെങ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഇനി അതിനെ ആഡ് ചെയ്യാമെന്നുള്ളതും നമ്മൾ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ടെക്സ്റ്റ് പേസ്റ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് നമ്മൾ ഓൾറെഡി ഡോക്യുമെൻ്റ് ആയിട്ട് ഇവിടെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് പേസ്റ്റ് ചെയ്തിട്ടുണ്ട് ആൻഡ് കറക്റ്റായിട്ടുള്ള പ്രോംപ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ക്ലൗഡ് ആക്ച്വലി ഇതിൽ വർക്ക് ചെയ്യാനായിട്ട് ടൈം എടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു നിങ്ങൾക്ക് വേണ്ട ഒരു കോപ്പി പേസ്റ്റ് ചെയ്യുന്നതിന് പകരം കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ടൈം എടുക്കുന്നത്. സോ ഇവിടെ കുറച്ച് ടൈമിന് ശേഷം ക്ലിയർ ആയിട്ടുള്ള നമ്മൾ പറഞ്ഞതിനനുസരിച്ചുള്ള ഡീറ്റെയിൽസ് ഇതിൽ വന്നിട്ടുണ്ട്. ഫസ്റ്റ് എന്തൊക്കെ കീവേഡ്സ് ആണ് ആഡ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കീവേഡ്സിനെ ഇവിടെ സെർച്ച് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ സ്പെസിഫിക് ആയിട്ടുള്ള JDക്ക് അനുസരിച്ചുള്ള കീവേഡ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് വന്നിട്ടുണ്ട്. ആൻഡ് റെസ്യൂമേയിൽ എന്തൊക്കെയാണ് ചേഞ്ച് ചെയ്തേക്കുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. സമ്മറി റീസ്ട്രക്ചർ ചെയ്തിട്ടുണ്ട്, സ്കിൽസ് എക്സ്പീരിയൻസസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേപോലെ തന്നെ ആക്ഷൻ വേർബ് അനുസരിച്ച് ചേഞ്ച് ചെയ്തിരിക്കുന്നത് പ്രാക്ടീസ്ഡ് ദ എൻഡ് ടു എൻഡ് പ്രൊക്യൂർമെന്റ് സൈക്കിൾ എന്നുള്ളതിനെ മാറ്റി ഓണർ ദ സെൻസർ സർക്യൂട്ട് ഡിസൈൻ എന്നുള്ളതാക്കിയിട്ടുണ്ട്. ആക്ഷൻ വെർബായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, നാഷണാലിറ്റി, ഇന്നത്തെ റെസ്യൂമേഴ്സിൽ ഇതിൻ്റെ ഒന്നും നീഡഡ് വളരെയധികം വരുന്നില്ല. സോ അതിനെ ട്രിം ചെയ്തിട്ടുണ്ട്. സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് ക്ലെയിംസ് എന്തൊക്കെ നമുക്ക് വെരിഫൈ ചെയ്യണം എഗെയിൻ നമ്മുടെ അടുത്ത് എന്നുള്ളത് ക്ലിയർ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ക്വാളിഫൈബിൾ ആയിട്ടുള്ള ഔട്ട്പുട്ട് എന്താണ്, ആ ഒരു അക്കാഡമിയിൽ നിന്ന് പഠിച്ചത്, പ്രൊജക്റ്റിൻ്റെ ഔട്ട്പുട്ട് എന്താണ് എന്നുള്ളത് കറക്റ്റായിട്ട് ക്വാളിറ്റേറ്റീവ് ലാംഗ്വേജിൽ ആണ് യൂസ് ചെയ്തേക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം സ്പെസിഫിക് ആയിട്ടുള്ള പെർസെൻറ്റേജോ വാല്യൂസോ നമ്പേഴ്സോ നമ്മൾ ആഡ് ചെയ്തിരുന്നില്ല. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് അതേപോലെ തന്നെ കോളേജിലുള്ള CGPA ലെവൽസ് ഒക്കെ എങ്ങനെ ആഡ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് തന്നിരിക്കുന്ന സജഷൻസ് ആണ് എന്തൊക്കെ ഇതിൽ ആഡ് ചെയ്താൽ നന്നായിരിക്കും എന്ന് ക്ലൗഡ് തന്നെ സജസ്റ്റ് ചെയ്തേക്കാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന ആഡ് എ മെട്രിക് ടു ദ ഇറിഗേഷൻ പ്രൊജക്റ്റ്, അതായത് കോളേജിൽ ബേസിസിൽ ചെയ്തേക്കുന്ന പ്രൊജക്റ്റിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു വാല്യൂസ് കൊടുത്തിരുന്നാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ചെയ്തേക്കുന്ന സർട്ടിഫിക്കേഷൻ്റെ മിനി കേസ് സ്റ്റഡി ആയിട്ട് സാൻഡ്ബോക്സ് പ്രാക്ടീസിൻ്റെ ഡോക്യുമെൻറ്റേഷൻ ആഡ് ചെയ്താൽ നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞേക്കുന്നത്. ഇതാണ് റീവർക്ക് ചെയ്തിരിക്കുന്ന നമുക്ക് അപ്ഗ്രേഡ് ചെയ്ത് കിട്ടിയേക്കുന്ന റെസ്യൂമേ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു കോപ്പി ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കുമ്പോൾ കാണാം നേരത്തെ ഉണ്ടായിരുന്ന റെസ്യൂമേയിൽ നിന്ന് കറക്റ്റായിട്ട് ഇതാണ് പഴയ റെസ്യൂമേ എന്ന് പറയുന്നത്. ഇതിൽ കരിയർ ഒബ്ജക്റ്റീവ് സമ്മറി ആയിട്ട് കൊടുത്തേക്കുന്ന പോർഷൻ വളരെയധികം ഷോർട്ടാണ്. അപ്പോൾ ഇതിനെയാണ് നമുക്കിവിടെ റിവർക്ക് ചെയ്ത് കറക്റ്റായിട്ടുള്ള ജോബ് സ്പെസിഫിക് ആയിട്ടുള്ള JDക്ക് അനുസരിച്ചുള്ള ടൈലർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ആഡ് ചെയ്തേക്കുന്ന കാണാം സാൻഡ്ബോക്സിൻ്റെ ട്രെയിനിങ്, ആ ഒരു ജോബിന് വേണ്ടിയിട്ടുള്ളത് ആഡ് ചെയ്തിട്ടുണ്ട്. പ്രൊജക്റ്റ് വർക്കിൽ കോർ സ്കിൽസിൽ അതേപോലെ തന്നെ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു കീവേഡ്സിനനുസരിച്ച് നമുക്ക് ഒരു ATS സ്ക്രീനിങ് ഈ ഒരു റെസ്യൂമെ ഉറപ്പായിട്ടും പാസ്സാവുന്നതായിരിക്കും. അതേപോലെ തന്നെ വളരെ ക്യാച്ചി ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ സമ്മറിയാണ് ഇവിടെ ആഡ് ചെയ്തേക്കുന്നത്. സോ റിക്രൂട്ടേഴ്സിന് ഫസ്റ്റ് ഒറ്റ ആ ഒരു സ്പെൻഡ് ചെയ്യുന്ന 6 or 5 സെക്കൻഡ്സിൽ ക്ലിയർ ആയിട്ട് എന്താണ് എയിം ചെയ്യുന്നതെന്നുള്ളത് ക്ലിയർ ആയിട്ട് കാണിക്കാനായിട്ട് ഈ ഒരു സമ്മറിക്ക് ഇവിടെ സാധിക്കുന്നുണ്ട്. തന്നിരിക്കുന്ന റെസ്യൂമേയിൽ തന്നെ നമുക്ക് ഇനിയും ചേഞ്ചസ് വരുത്താവുന്നതാണ്. എനിക്കിവിടെ ചെക്ക് ചെയ്യുമ്പോൾ ഈ സമ്മറി ഒരു ഇത്തിരിയുടെ ലെങ്തി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഞാൻ അതൊന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് കൊടുക്കുകയാണ്. റീറൈറ്റ് ദ സമ്മറി ടു ടാർഗറ്റ് റോൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. 3 ലൈൻസ് മാക്സിമം ആക്കാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കുറച്ചുകൂടെ ടൈറ്റർ ആയിട്ടുള്ളൊരു 3 ലൈൻ വേർഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആ റെസ്യൂമേയിൽ ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത്രയും ഒരു കാര്യം എനിക്ക് കറക്റ്റായിട്ട് ജസ്റ്റ് കൺസൾട്ടൻറ്റ് റോളിനെ മാത്രം സ്പെസിഫൈ ചെയ്യാനായിട്ട് എനിക്ക് ഇത്രയും ഇവിടെ ഷോർട്ടായിട്ട് കൊടുക്കാവുന്നതാണ്.
ഇനി നമ്മൾ പറഞ്ഞതുപോലെ എപ്പോഴും നമ്മുടെ റെസ്യൂമെ വളരെയധികം ട്രസ്റ്റ് വർത്തി ആയിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ബാക്കപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു ഡേറ്റയും നിങ്ങൾ നിങ്ങളുടെ റെസ്യൂമേയിൽ ഒരിക്കലും ആഡ് ചെയ്യരുത്. സോ അങ്ങനെ ഏതെങ്കിലും ഒരു ഡേറ്റ ആഡ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്ന് ഫ്ലാഗ് ഔട്ട് ചെയ്യാനായിട്ട് നമുക്ക് അഗെയിൻ ഒരു സ്പെസിഫിക് കമാൻഡ് കൂടെ കൊടുക്കാം. ട്രെയിനിങ്ങിൽ S/4HANAയുടെ എൻവയോൺമെൻറ്റ് എക്സ്പോഷർ കിട്ടിയിട്ടുണ്ട് എന്നിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ക്ലിയർ ആണോ എന്നുള്ളത് ഡബിൾ ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ കോഴ്സ് സ്കിൽസിൽ ആഡ് ചെയ്തിരിക്കുന്ന, ഇപ്പോൾ നിങ്ങൾ റെസ്യൂമിൽ ആഡ് ചെയ്യുന്ന നിങ്ങളുടെ കോഴ്സ് സ്കിൽസിൽ നിന്നായിരിക്കും ഒരു റിക്രൂട്ടർ മെയിൻലി നിങ്ങളുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത്. അപ്പം ആഡ് ചെയ്തേക്കുന്ന സ്കിൽസ് എല്ലാം നിങ്ങളുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾ ആൻസറബിൾ ആയിരിക്കണം. സോ ഈ ആഡ് ചെയ്തേക്കുന്ന എല്ലാം നിങ്ങൾക്ക് എഗെയിൻ സ്കിൽസിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഏതെങ്കിലും ഒരു ഏരിയ നിങ്ങൾക്ക് തറോ അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാവുന്നതാണ് അതിനകത്ത് നിന്ന്. ഓക്കെ, സോ സീ ഹിയർ ഒരേ ഫാക്ട്സ് ആണ് ബട്ട് ഡിഫറെൻറ്റ് ഇമ്പാക്ട്സ് ആണ് രണ്ട് റെസ്യൂമേ ഉണ്ടാക്കുന്നത്. സോ AI നിങ്ങൾക്കൊരു ജോബ് നേടിത്തരുമെന്നല്ല പറയുന്നത്, പക്ഷേ നിങ്ങളുടെ ഡ്രീം ജോബിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള നിങ്ങളുടെ റെസ്യൂമേ റെക്കഗ്നൈസ് ചെയ്യാന്നുള്ളത് അത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ചെയ്തു തരും. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂൾ ഓർത്തിരിക്കാനുള്ളത്, ഒരിക്കലും നമ്പേഴ്സ് ഗ്ലോറിഫൈ ചെയ്ത് കൊടുക്കാതിരിക്കുക. എപ്പോഴും AI ആയിട്ട് തന്നെ അത് വെരിഫൈ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് സബ്സ്ക്രൈബ്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ടൈം കാണാം. ബൈ.